പ്രപഞ്ചത്തിലെ ഒരു ജീവിവർഗം മാത്രമായ മനുഷ്യന്റെ അസാധാരണമായ ശക്തി മഹത്വങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പാടിയ കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യവംശം വിശ്വവിജയം നേടിയത് അവന്റെ ഉള്ളിൽ ആദിമകാലം മുതൽ ജ്വലിച്ചു നിന്ന അജേയമായ സർഗശേഷിയാലാണെന്ന് തന്റെ കാവ്യങ്ങളിലൂടെ വയലാർ ഉദ്ഘോഷിച്ചു. ആ കവിതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് അശ്വമേധം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കരുത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായ യാഗാശ്വത്തിന്റെ മനുഷ്യശക്തിയുടെ യുഗങ്ങളായുള്ള വിജയപ്രയാണമാണ് കാവ്യത്തിന്റെ പ്രതിപാദ്യം. അശ്വമേധം എന്ന കവിതയിൽ എല്ലാ ദിക്കുകളെയും ജയിക്കുന്നതിനായി കവി സർഗശക്തിയാകുന്ന കുതിരയെ വിട്ടയക്കുകയാണ്. ലോക സംസ്കാര വേദിയിൽ പുതിയ ഒരു അശ്വമേധം നടത്തുകയാണ് കവി. ശിരസുയർത്തി പായുന്ന ചെമ്പൻ കുതിരയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് കവി ചോദിക്കുന്നു. പുതിയൊരു കാവ്യ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് കവി. ആ കാവ്യ സംസ്കാരത്തിന് തടസ്സമുണ്ടാക്കുവാനും അതിനെ തളച്ചിടുവാനും ആർക്കാണ് കരുത്തുള്ളത് എന്ന് കവി ചോദിക്കുന്നു. യാഗാശ്വത്തിന്റെ കണ്ണുകൾക്ക് എന്തൊരുന്മേഷമാണ്, കാലുകളിൽ എന്തൊരുത്സാഹം. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടു വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂരപിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചൻ പ്രപിതാമഹർ കണ്ടതാണിക്കുതിരയെ. കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ, കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കോടിക്കണക്കിന് തലമുറകളിലൂടെ നേടിയ ശക്തിയാണ് അതിനുള്ളത്. പ്രകൃതിയോട് നിരന്തരം പടപൊരുതിക്കൊണ്ടാണ് അത് ശക്തി ആർജിച്ചത്. അങ്ങനെ നേടിയ സർഗശക്തിയെ ആർക്കും തളർത്താനാവില്ല. അല്ലാതെ മാന്ത്രിക പീലി കൊണ്ട് തന്ത്രപരമായി നേടിയതല്ല അതിന്റെ സംസ്കാര മണ്ഡലം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാടിനുള്ളിൽ വെച്ച് തന്റെ മുതുമുത്തച്ഛന്മാർ സർഗശക്തിയാകുന്ന ഈ കുതിരയെ കണ്ടതാണ് എന്ന് കവി പറയുന്നു. കാട്ടുപുൽ തണ്ട് നൽകി മുത്തശ്ശിമാർ കുതിരയെ വളർത്തി. കാട്ടുചോലകളുടെ സംഗീതം ഏറ്റുപാടി പഠിച്ചവരാണ് എന്റെ മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ. ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. ഇന്നലത്തെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ ഈ കുതിര മുന്നോട്ട് കുതിച്ചു പാഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ വീരസ്മരണകൾ ഉറങ്ങുന്ന ശവകുടീരങ്ങളിൽ അതിന്റെ കുളമ്പടി ശബ്ദങ്ങൾ മാറ്റൊലികൊണ്ടു. പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന രാഷ്ട്രാധിപത്യത്തെ തകർത്തെറിയുന്ന അശ്വമേധത്തിനാണ് കവി ഒരുങ്ങിയിരിക്കുന്നത്. യാഗാശ്വത്തിന്റെ പ്രയാണത്തിനിടയിൽ നിരവധി വെൺകൊറ്റക്കുടകളും ചെങ്കോലുകളും ഭരണകൂടങ്ങളും സർഗശക്തിയാകുന്ന കുതിരയുടെ കുളമ്പടിയേറ്റു തകർന്നു. മാനവ സംസ്കൃതിയുടെ മുന്നേറ്റത്തിന്റെ ചരിത്രം ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ തകർച്ചയും പതനവും അടയാളപ്പെടുത്തുന്നു. ലോകത്ത് നടന്ന വർഗസമരങ്ങൾക്കും മഹാവിപ്ലവങ്ങൾക്കും എല്ലാം പിന്നിൽ ശക്തമായ സർഗശക്തിയുണ്ട്. റൂസോ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ചിന്തകർ അധികാരത്തിന്റെ ദുഷ്പ്രവണതയ്ക്കെതിരെ സർഗാത്മകമായി പ്രതികരിച്ചവരാണ്. മാനവരാശി കൈവരിച്ച സാമൂഹിക സാഹിത്യ ബോധത്തിന്റെ വിജയത്തിലൂടെ കൂണുകൾ പോലെ അധികാര കേന്ദ്രങ്ങൾ വീണുടഞ്ഞു.
കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിലിതിനെ തളയ്ക്കുവാൻ. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചുകൊണ്ട് സഞ്ചരിച്ച ആ ചെമ്പൻ കുതിരയെ ദൈവം സവാരിക്കിറങ്ങുവാനായി കടിഞ്ഞാണിട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ രാജാധികാരത്താൽ മത്തുപിടിച്ച സൈന്യങ്ങൾ കുതിരയെ തളച്ചിടുവാനായി പടപ്പാളയങ്ങളിൽ നിന്ന് വന്നു. അങ്ങനെ സർഗശക്തിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വേദതത്വം അറിയുന്ന ഋഷിമാർ കുതിരയെ യോഗദണ്ഡിൽ തളച്ചിട്ടു. ഇവരുടെ കൈകളിൽ അകപ്പെട്ട സർഗശക്തി മാനവരാശിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നില്ല. മതവും അധികാര കേന്ദ്രങ്ങളും വൈദിക സംസ്കാരവുമെല്ലാം മാനവ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിച്ചു. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്തണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ. മണ്ണിൽ നിന്നു പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാളീ കുതിരയെ. ഇങ്ങനെ അരമനകളിലും ദേവാലയങ്ങളിലും തത്വചിന്താ മണ്ഡലങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടിയ സാഹിത്യത്തെ കുതിരയെ തളയ്ക്കുന്ന മന്ത്രം അറിയുന്നവരും വിശ്വവിജയികളുമായ കവിയുടെ പൂർവികർ യുദ്ധം ചെയ്ത് വീണ്ടെടുത്തു. യുഗഗായകരായ അവർ അക്കാലത്ത് നിലനിന്നിരുന്ന കാവ്യ സംസ്കാരത്തോട് പടപൊരുതിയാണ് സർഗശക്തിയെ വീണ്ടെടുത്തത്. മണ്ണിനെ സ്നേഹിക്കുകയും മണ്ണിൽ അധ്വാനിക്കുകയും ചെയ്ത പൂർവികരാണ് സംസ്കാരത്തിന്റെ ശില്പികൾ എന്ന് കവി അഭിമാനം കൊള്ളുന്നു. നവയുഗ സംസ്കാരത്തിന്റെ വിതാക്കളായ അധ്വാനവർഗത്തിന്റെ കയ്യിൽ നിന്നാണ് കവി കവിതയെ ഏറ്റുവാങ്ങിയത്. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകില്ലെന്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളി കുതിരയെ കെട്ടുവാൻ, ആരൊരാളി കുതിരയെ കെട്ടുവാൻ, ആരൊരാളിതിൻ മാർഗം മുടക്കുവാൻ. അവരുടെ കയ്യിൽ നിന്ന് കവിതയെ വാങ്ങിയതിനാൽ കവി ഈ യുഗത്തിന്റെ സംസ്കാര ശക്തിയായി മാറി. അതിനാൽ ഈ ചൈതന്യത്തിന്റെ ശക്തി ഒരിക്കലും മായുകയില്ല എന്ന് കവി പറയുന്നു. എന്നാൽ താൻ ഈശ്വരനോ മാന്ത്രികനോ അല്ല, പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണ്. തനിക്ക് ദിവ്യത്വമൊന്നുമില്ലെന്നും താൻ വെറുമൊരു പച്ച മനുഷ്യനാണെന്നും കവി വിളിച്ചു പറയുന്നു. അധ്വാനത്തിന്റെ മഹത്വം പാടിപ്പോഴ്ത്തുന്നതും മനുഷ്യന്റെ അജേയതയെ വാഴ്ത്തുന്നതുമായ തന്റെ കവിത ഇനിയും വായിക്കപ്പെടേണ്ടതുണ്ട്, മുന്നേറേണ്ടതുണ്ട്. അതിനായി ദിഗ്വിജയത്തിനായി വീണ്ടും തന്റെ സർഗശക്തിയെ വിട്ടയക്കുകയാണ് കവി. പിടിച്ചുകെട്ടാൻ ചങ്കൂറ്റമുള്ളവർ മുന്നോട്ടു വരിക. അതിന്റെ പ്രയാണം തടയാൻ ആർക്കാണ് കെൽപ്പുള്ളത് എന്നുറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്.